ഇറാഖിലെ കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലേക്ക് നടക്കുകയാണ് ഞാൻ. ഇസ്ലാമിക ചരിത്രത്തിൽ ശോകമുഖമായ അധ്യായം രചിക്കപ്പെട്ട ചുവന്ന ഭൂമി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും അനുയായികളും പിടഞ്ഞു മരിച്ച രണാങ്കണം. വിശുദ്ധ നിണാഭിഷേകത്താൽ സുഗന്ധം പരത്തുന്ന മണൽത്തരികൾ. അഹങ്കാരികളും വഞ്ചകരുമായ യസീദിന്റെയും ഇബ്നു സിയാദിന്റെയും ക്രൂര വിനോദങ്ങൾ താണ്ഡവമാടിയ കർബല. ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിൽ നിന്ന് 103 കിലോമീറ്റർ ദൂരെയുള്ള കർബല നഗരം. ഈ മണ്ണിലെ ഓരോ മണൽത്തരിക്കും വിശുദ്ധ രക്തത്തിന്റെ കഥ പറയാനുണ്ടാകും. അഹങ്കാരികൾ താണ്ഡവമാടിയ കർബലയുടെ കണ്ണീർ കഥയോർത്ത് ഞാൻ മുന്നോട്ട് നടന്നു. ഹിജ്റ 61 മുഹറം 10 അന്നായിരുന്നു കർബലയുടെ മണ്ണിൽ രക്തക്കറ പുരണ്ടത്. ചരിത്രം വായിക്കുമ്പോൾ തന്നെ മനസ്സാക്ഷിയുള്ളവന്റെ കണ്ണ് നിറയും. 33 കുത്തും 34 വെട്ടും ഹുസൈൻ തങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറാഖിൽ കൊല്ലപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ വന്ന് പറഞ്ഞതായും കൊല്ലപ്പെടുന്ന സ്ഥലത്തെ മണ്ണ് പ്രവാചകൻ ആവശ്യപ്പെട്ട പ്രകാരം ജിബ്രീൽ എന്ന മാലാക കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതായും ഹദീസിൽ കാണാം. ഇഹലോകത്തെ എൻ്റെ 2 റൈഹാൻ പുഷ്പങ്ങളാണ് ഹസനും ഹുസൈനും. ഇവർ രണ്ടുപേരെ സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചവരും വെറുത്തവർ എന്നെ വെറുത്തവരുമാണെന്ന് ഹദീസിൽ കാണാം. ചരിത്ര ശകലങ്ങൾ ഓർത്ത് ഞാൻ ആകാംക്ഷയോടെ മുന്നോട്ട് നടന്നു. കർബല നഗരഹൃദയത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ ആവാഹിച്ചെടുത്ത ദർഗയുടെ പടുകൂറ്റൻ കെട്ടിടം ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റും. 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ധർമ്മസമരത്തിന്റെ ദുഃഖസ്മൃതിയിലേക്ക് ഈ ദർഗ നമ്മെ നയിക്കുന്നു. ഹുസൈൻ എന്ന് നാമകരണം ചെയ്തതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ശിരസ്സു മുതൽ നെഞ്ചുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെ സാദൃശ്യമുള്ളവരായിരുന്നുവെങ്കിൽ മറ്റു ശാരീരികാകാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂപസാദൃശ്യമുള്ളവരായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖുലഫാഉർ റാഷിദുകൾ ഇവരെ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. തന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസം ഖിലാഫത്ത് നടത്തി. തുടർന്ന് ഭരണമേറ്റെടുത്ത മുആവിയ ഹസൻ ഹുസൈൻ എന്നിവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദ് ഭരണമേറ്റെടുത്തപ്പോൾ പല പ്രമുഖ സ്വഹാബാക്കൾക്കും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മതബോധമില്ലാത്ത യസീദ് ഖിലാഫത്ത് സ്ഥാനം അലങ്കരിക്കാൻ അർഹനല്ലാത്തത് തന്നെയാണ് കാരണം. ഇബ്നു സുബൈറും അബ്ദുറഹ്മാനുബിനു അബീബക്കർ സിദ്ദീഖും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അവരിൽപ്പെട്ടവരായിരുന്നു. യസീദിന്റെ ഭരണത്തെക്കുറിച്ച് പല ഭാഗത്തു നിന്നും ആക്ഷേപങ്ങൾ ഉയർന്ന സന്ദർഭം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലെ ജനങ്ങൾ നിരവധി കത്തുകൾ അയക്കുകയുണ്ടായി. അവിടുത്തേക്ക് താമസം മാറ്റി അവരുടെ നേതൃത്വം ഏറ്റെടുക്കലാണ് അവരുടെ ആഗ്രഹം. ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴും തോറും ഈ ആവശ്യത്തിന് ശക്തി പ്രാപിച്ചു. അതോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അസ്വസ്ഥത ഏറി വന്നു. ഇറാഖിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അതൃപ്തിയുണ്ടാകുമെന്ന് ഭയന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുന്ന കാര്യം ചിന്തിക്കാൻ തുടങ്ങി. യസീദിന്റെ ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന വസ്തുത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വ്യാകുലപ്പെടുത്തി. മക്കയിലെ മുസ്ലിങ്ങളുടെ ഹജ്ജ് കർമ്മത്തേക്കാൾ 10 മടങ്ങ് ഷിയ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ കേന്ദ്രമാണ് കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ. വൃത്താകൃതിയിലുള്ള വലിയ മതിൽക്കെട്ടിനകത്താണ് ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് കർബലയിലുള്ളത്.
ശിരസ് അടക്കം ചില ഭാഗങ്ങൾ ഈജിപ്തിലാണ് മറവ് ചെയ്തിട്ടുള്ളത്. ഹുസൈൻ എന്ന് നാമകരണം ചെയ്തത് വല്ലിപ്പയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അലങ്കാരങ്ങൾക്ക് അതിരില്ലാത്ത ദർഗയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ. ലൈറ്റുകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നു. എല്ലാ സമയങ്ങളിലും വൃത്തിയായി പരിപാലിക്കാൻ വേലക്കാരും തയ്യാറായി നിൽക്കുന്നുണ്ട്. നിലത്ത് മനോഹരമായ പഞ്ഞിക്കെട്ടുകൾ പോലൊത്ത പരവതാനികൾ വിരിച്ചിട്ടുണ്ട്. മക്കയിലെ ഹറം പോലെ പല ക്രമീകരണങ്ങളും ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഷിയ വിശ്വാസികളുടെ 5 ഹറമുകളിൽ പ്രധാന കേന്ദ്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ ഭാഗത്ത് ഒരു റൂം പോലെയാക്കി അതിന്റെ അകത്ത് ചുവന്ന നിറത്തിലുള്ള ലൈറ്റ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഭാഗം. ഷിയ കേന്ദ്രങ്ങളിലാണെങ്കിലും സുന്നികൾക്ക് സന്ദർശിക്കുന്നതിന് വിലക്കില്ല. പ്രാർത്ഥന നടത്താനും തീർത്ഥാടനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളുമുണ്ട് ഇവിടെ. കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും അലങ്കാരങ്ങളും വീണ്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കർബലയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തിലൂടെ അറിയിച്ചപ്പോൾ കർബലയിലെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്റെ പിതൃ സഹോദരപുത്രനായ മുസ്ലിം ഇബ്നു അഖീലിനെ പറഞ്ഞയച്ചു. അവരെ ആദ്യം ശത്രുക്കൾ കൊലപ്പെടുത്തി. അടുത്ത എപ്പിസോഡിൽ അവരുടെ ദർഗയും ചരിത്രവും നമുക്ക് വിശദീകരിക്കാം. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവായി പ്രവാചകൻ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി, ഹസൻ, ഹുസൈൻ എന്നിവരെ വിളിച്ചു വരുത്തി മുമ്പിലിരുത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പടച്ചവനെ, ഇവർ എന്റെ അഹ്ലുബൈത്താണ്. ഒരു പ്രഭാതത്തിൽ കറുത്ത രോമപ്പുതപ്പ് ധരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹസൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതപ്പിന്റെ ഉള്ളിലേക്ക് കൂട്ടിപ്പിടിച്ചു. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും തുടർന്ന് ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും വന്നു. അവരെയെല്ലാം പുതപ്പിൽ കിടത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലുബൈത്ത്, നിങ്ങളെ തൊട്ട് അല്ലാഹു പാപം ഇല്ലാതാക്കി കളയാനും നിങ്ങളെ പരിശുദ്ധമാക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്നിവരെ എതിർക്കുന്നവരെ ഞാൻ എതിർക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചരിത്രമാണ്. തൊട്ടടുത്ത എപ്പിസോഡിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ സംഭവവും മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ സംഭവവും നമുക്ക് വിശദീകരിക്കാം.